ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് വേൾഡ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബൗണ്ട് ടു, ലേബൽ ടു എന്നീ രണ്ട് പ്രയോഗങ്ങളെക്കുറിച്ചാണ്. ഏതാണ്ട് സമാനമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ബൗണ്ട് ടുവിൻ്റെയും ലേബൽ ടുവിൻ്റെയും. അതായത് നമ്മൾ ഒരു സബ്ജക്റ്റിന് ശേഷം ബി ഫോമുകൾ ഏതെങ്കിലും ഉപയോഗിച്ച് ഈസാം ഓർ വാസ്ഫർ തുടങ്ങിയവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് ശേഷമാണ് നമ്മൾ ബൗണ്ട് ടു അല്ലെങ്കിൽ ലേബൽ ടു ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷം ബൗണ്ട് ടുവിനോ ലേബൽ ടുവിനോ ശേഷം നമ്മൾ ഒരു വേർബിൻ്റെ അടിസ്ഥാന രൂപം ഉപയോഗിക്കുക. ഇതാണ് ആ സെനൻസ് പാറ്റേൺ. സബ്ജക്റ്റ്, ബി ഫോം, ദെൻ ബൗണ്ട് ടു ഓർ ലേബൽ ടു, ദെൻ വേർബ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന വേർബ്, ആ ക്രിയാരൂപം, ആ പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ് എന്ന അർത്ഥമാണ് അവിടെ കിട്ടുന്നത്. He is bound to, or she is bound to, he is liable to, or she is liable to, they are bound to, we are bound to, I am bound to, I am liable to, they are liable to. ഇങ്ങനെ പ്രയോഗിക്കാം. അതായത് ആ പറയുന്ന അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് എന്താണോ അത് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്, ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവനാണ്. എയ്തർ ലീഗലി ഓർ മോറലി എന്നാണ് അവിടെ അർത്ഥം. നമ്മൾ നിയമപരമായോ ധാർമ്മികമായോ അക്കാര്യം ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. ഇനി ഈ ബൗണ്ട് ടു ഓർ ലേബൽ ടു എന്നത് സായിപ്പന്മാർ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലും ഉപയോഗിച്ച് കാണുന്നുണ്ട്. നമ്മൾ ലൈക്ക്ലി എന്ന് പഠിച്ചല്ലോ. ഈ ലൈക്ക്ലിക്ക് പകരമായിട്ട് അങ്ങനെ സംഭവിക്കാം എന്ന അർത്ഥത്തിലും അവരുപയോഗിച്ച് കാണാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു ഒബ്ലിഗേഷൻ എന്ന അർത്ഥത്തിലാണ്. either ലീഗൽ ഓർ മോറൽ ഒബ്ലിഗേഷൻ എന്ന അർത്ഥത്തിലാണ് ഈ ബൗണ്ട് ടു ലേബൽ ടു നമ്മൾ ഉപയോഗിക്കുന്നത്. ഹി ഈസ് ബൗണ്ട് ടു ലുക്ക് ആഫ്റ്റർ ഹിസ് ഏജ്ഡ് പാരൻസ്. അത് നമ്മൾ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അദ്ദേഹം തൻ്റെ ഏജ്ഡ് ആയിട്ടുള്ള വളരെയധികം പ്രായമുള്ള പാരൻസിനെ, അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. ഹി ഈസ് bound to look after his aged parents. He is liable to look after his aged parents. എക്സാമ്പിൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹീ ഈസ് ബൗണ്ട് ടു, ഹീ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മളോട് ബിയുടെ ഈസ് എന്ന് പറയുന്ന ഒരു ഫോം ഉപയോഗിക്കുന്ന രൂപമാണ് ഉപയോഗിക്കുന്നത്. ഹീ ഈസ് ബൗണ്ട് ടു, അയാൾ കടപ്പെട്ടവനാണ്. എന്തിന്? ടു ലുക്ക് ആഫ്റ്റർ, നോക്കി സംരക്ഷിക്കാൻ. ആരെ? ഹിസ് ഏജ്ഡ് പാരൻസ്, പ്രായമേറിയ രക്ഷിതാക്കളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. ഐ ആം ബൗണ്ട് ടു, ഞാൻ ബാധ്യസ്ഥനാണ്. എന്തിന്? ടു ഒബേ, അനുസരിക്കാൻ. എന്ത് അനുസരിക്കാൻ? ഐ ആം ബൗണ്ട് ടു ഒബേ ദ ട്രാഫിക് റൂൾസ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ഐ ആം ബൗണ്ട് ടു ഒബേ ദ ഓർഡേഴ്സ് ഓഫ് മൈ സീനിയർ ഓഫീസേഴ്സ്. ഐ ആം ബൗണ്ട് ടു ഒബേ ദ ഓർഡേഴ്സ് ഓഫ് മൈ സീനിയർ ഓഫീസേഴ്സ്. വി ആർ ബൗണ്ട് ടു, നമ്മൾ കടപ്പെട്ടവരാണ്. വി ആർ ബൗണ്ട് ടു ഒബേ ദ റൂൾസ്. നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവനാണ്. ഐ ആം നോട്ട് ലയബിൾ ടു, ഞാൻ ബാധ്യസ്ഥനല്ല, കടപ്പെട്ടവനല്ല. ഐ ആം നോട്ട് ലയബിൾ ടു റൺ ദിസ് റിസ്ക്. ഈ റിസ്ക് ഏറ്റെടുത്ത് നടത്താൻ ഞാൻ ബാധ്യസ്ഥനല്ല, ഞാൻ അതിനൊന്നും കടപ്പെട്ടവനല്ല എന്ന് പറയുന്നു. ഐ ആം ഇൻ നോ വേ, അങ്ങനെയും നെഗറ്റീവ് പറയാം. ഐ ആം ഇൻ നോ വേ, ഞാൻ യാതൊരു വിധത്തിലും എന്തല്ല, ലയബിൾ ടു, ബാധ്യസ്ഥനല്ല. ഐ ആം ഇൻ നോ വേ ലയബിൾ ടു റൺ ദിസ് റിസ്ക്. ഈ റിസ്ക് ഏറ്റെടുത്ത് നടത്താൻ ഞാൻ യാതൊരു വിധത്തിലും ബാധ്യസ്ഥനല്ല. ഷീ ഈസ് ലയബിൾ ടു, ഷീ ഈസ് ലയബിൾ ടു, അവൾ ബാധ്യസ്ഥയാണ്. ആസ് എ റിസപ്ഷനിസ്റ്റ്, ഒരു റിസപ്ഷനിസ്റ്റ് എന്ന നിലയിൽ ഷീ ഈസ് ലയബിൾ ടു, അവൾ
കടപ്പെട്ടവളാണ്. എന്തിന്? ടു അറ്റൻഡ് ദ ഫോൺ കോൾസ്. ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ അവൾ ബാധ്യസ്ഥയാണ്. ആസ് എ റിസപ്ഷനിസ്റ്റ് ഷീ ഈസ് ലയബിൾ ടു വെൽക്കം ദ ഗസ്റ്റ്സ്. സന്ദർശകരെ, അതിഥികളെ സ്വാഗതം ചെയ്യാൻ, സ്വീകരിക്കാൻ അവൾ ബാധ്യസ്ഥയാണ്. The government is liable to, the government is bound to provide the COVID vaccine. കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തം ഉണ്ട്. വി ആർ ലേബിൾ ടു റിപ്പോർട്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വി ആർ ലേബിൾ ടു റിപ്പോർട്ട് ടു അവർ സീനിയർ ഓഫീസേഴ്സ്. നമ്മുടെ സീനിയർ ഓഫീസേഴ്സിന് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആസ് എ മദർ ഷീ ഈസ് ലേബിൾ ടു ലുക്ക് ആഫ്റ്റർ ഹെർ കിഡ്സ്. ഒരു അമ്മ എന്ന നിലയിൽ തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ, നോക്കി വളർത്താൻ അവൾ ബാധ്യസ്ഥയാണ്. ഇതാണ് അതിൻ്റെ ഒരു രീതി. ബൗണ്ട് ടു ഓർ ലയബിൾ ടു, അഥവാ ലീഗലി അല്ലെങ്കിൽ മോറലി, നിയമപരമായോ ധാർമ്മികമായോ ഒരു കാര്യം ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് കാണിക്കുന്നതിനാണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഈ ലാംഗ്വേജ് സിസ്റ്റത്തിലാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം ഉള്ളത്. ബൗണ്ട് ടു അല്ലെങ്കിൽ ലേബിൾ ടു. ഐ ആം ബൗണ്ട് ടു, ഞാൻ കടപ്പെട്ടവനാണ്. ഷീ ഈസ് ബൗണ്ട് ടു, അവൾ കടപ്പെട്ടവളാണ്. ഹീ ഈസ് ബൗണ്ട് ടു, അവൻ കടപ്പെട്ടവനാണ്. ദേ ആർ ബൗണ്ട് ടു, അവർ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ വി ആർ ബൗണ്ട് ടു ഓർ യു ആർ ബൗണ്ട് ടു. ഞാൻ യാതൊരു വിധത്തിലും നിൻ്റെ ന്യായീകരണങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥനല്ല. ഐ ആം ഇൻ നോ വേ ലയബിൾ ടു ലിസൺ ടു യുവർ ജസ്റ്റിഫിക്കേഷൻസ്. നിൻ്റെ ന്യായീകരണങ്ങൾ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ഐ ആം ഇൻ നോ വേ ലയബിൾ ടു, ഐ ആം നോട്ട് ബൗണ്ട് ടു ലിസൺ ടു യുവർ ജസ്റ്റിഫിക്കേഷൻസ്. നിൻ്റെ ന്യായീകരണങ്ങൾ കേൾക്കാൻ ഞാൻ യാതൊരു വിധത്തിലും ബാധ്യസ്ഥനല്ല. ഷീ ഈസ് ബൗണ്ട് ടു റിട്ടേൺ ദ ബുക്സ്. അവൾ ആ ബുക്കുകൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. ലൈബ്രറിയിൽ നിന്നും എടുത്ത ബുക്കുകൾ സമയത്തിന് തിരിച്ചു കൊടുക്കാൻ അവൾ ബാധ്യസ്ഥയാണ്. ഷീ ഈസ് ബൗണ്ട് ടു റിട്ടേൺ ദ ബുക്സ് ഇൻ ടൈം. അല്ലെ, സമയത്തിന് തിരിച്ചു കൊടുക്കാൻ അവൾ ബാധ്യസ്ഥയാണ്. നിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ഐ എം ഇൻ നോ വേ ലയബിൾ ടു പ്രൊട്ടക്റ്റ് യുവർ ഇൻട്രസ്റ്റ്സ്. ഐ എം ഇൻ നോ വേ ലയബിൾ ടു പ്രൊട്ടക്റ്റ് യുവർ ഇൻട്രസ്റ്റ്സ്. അവർക്ക് തൃപ്തികരമായൊരു മറുപടി കൊടുക്കാൻ നീ ബാധ്യസ്ഥനാണ്. യു ആർ ബൗണ്ട് ടു ഗിവ് ദം എ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ. യു ആർ ബൗണ്ട് ടു ഗിവ് ദം എ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ. അവൾ ആ വിഷയം മാനേജറുമായിട്ട് ചർച്ച ചെയ്യാൻ ബാധ്യസ്ഥയാണ്. ഷീ ഈസ് ബൗണ്ട് ടു ഡിസ്കസ് ഇറ്റ് വിത്ത് ദ മാനേജർ. ഷീ ഈസ് ബൗണ്ട് ടു ഡിസ്കസ് ഇറ്റ് വിത്ത് ദ മാനേജർ. കമ്പനി നിനക്ക് നഷ്ടപരിഹാരം തരാൻ ബാധ്യസ്ഥമാണ്. The company is liable to give you compensation. The company is liable to give you compensation. കമ്പനി നിനക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥമാണ്. The company is liable to give you adequate compensation. The company is liable to give you adequate compensation. ഈ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. We are not liable to shoulder all these responsibilities. സർക്കാർ ഉത്തരവുകൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. Each and every one of us is liable to obey the government orders. Each and every one of us is liable to obey the government orders. ഇപ്പോൾ ബൗണ്ട് ടു ലയബിൾ ടുവിൻ്റെ പ്രയോഗം ഏതാണ്ട് വ്യക്തമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് നിർമ്മിക്കുക. നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, ഓറലി സ്വയം ട്രെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു 10 എക്സാമ്പിൾസ് എങ്കിലും എഴുതുക. എന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8943137393
ഫോർവേഡ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വാട്സാപ്പിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ബൈ.